പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാ. ഹായ്, ഈ പൂക്കൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലേ. അപാര സുഗന്ധവും സൗന്ദര്യവും കൊണ്ട് നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന പൂക്കളുള്ള ചെടികളാണ് പവിഴമല്ലി ചെടികൾ. സുഗന്ധം ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീടുകളിൽ നട്ടുവളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചെടികളാണ് പവിഴമല്ലി ചെടികൾ. രാത്രിയിൽ വിടരുകയും പുലരുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്ന പൂക്കളാണ് പവിഴമല്ലി ചെടികളെ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. രാത്രിയിൽ വിരിയുന്നത് കൊണ്ട് തന്നെ രാത്രിമുല്ല എന്നും ക്യൂൻ ഓഫ് നൈറ്റ് എന്നും പവിഴമല്ലി പൂക്കൾ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ സംസ്കൃതത്തിൽ പാരിജാതം എന്നറിയപ്പെടുന്ന ചെടികൾ പവിഴമല്ലി ചെടികളെയാണ്. എന്നാൽ നമ്മുടെ മലയാളത്തിൽ പാരിജാതം എന്നറിയപ്പെടുന്ന മറ്റൊരു പുഷ്പമുണ്ട്. പവിഴമല്ലി ചെടിയുടെ പൂക്കളുടെ പ്രത്യേകത പൂക്കളുടെ തണ്ടുകൾക്ക് നല്ല ചുവന്ന നിറമാണുള്ളത്. കൂടാതെ മുല്ലപ്പൂക്കൾ പോലെയുള്ള ഇതളുകളും അപാര സുഗന്ധവുമാണ് ഇവയുടെ പ്രത്യേകത. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ നിശാചലഭങ്ങളെ പവിഴമല്ലി ചെടികൾ കൂടുതലായി ആകർഷിക്കുന്നു. പവിഴമല്ലി ചെടികളെ സംബന്ധിച്ച് നിരവധി രീതിയിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചെടിയെ സംബന്ധിച്ചാണെങ്കിൽ പാലാഴി മദനം നടന്നപ്പോൾ ലഭിച്ച ചെടിയാണ് പവിഴമല്ലി ചെടി എന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട്. എന്നാൽ രാവണന്റെ അശോകവനിയിലെത്തിയ സീതയുടെ ദുഃഖം കണ്ട് ഈ പൂക്കൾ കണ്ണീർ വാർത്തെന്നും ദുഃഖത്തിന്റെ കാഠിന്യം കൊണ്ട് പൂക്കളുടെ തണ്ടുകൾക്ക് ചുവന്ന നിറമുണ്ടായി എന്നും കരുതപ്പെടുന്നുണ്ട്. സാധാരണയായി വീടുകളിൽ കിഴക്ക് ദിശയിലും വടക്ക് ദിശയിലും പവിഴമല്ലി ചെടികൾ നട്ടുവളർത്താറുണ്ട്. എന്നാൽ ദൃഷ്ടിദോഷം മാറുന്നതിനായും പവിഴമല്ലി ചെടികൾ നട്ടുവളർത്തുന്നവരുണ്ട്. ചെടികളുടെ ഇല, പൂവ്, തണ്ട്, വേര്, കായ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെസ്റ്റ് ബംഗാളിന്റെ ഔദ്യോഗിക പുഷ്പമായി അറിയപ്പെടുന്നതും പവിഴമല്ലി ചെടികളാണ്. വിത്തുകൾക്ക് പൊതുവെ കട്ടി കൂടുതലാണ്. പുറമേ ഒരു തോടുണ്ട്. ആ തോട് പൊട്ടിച്ചതിന് ശേഷം പാകിയാൽ നന്നായി തന്നെ വിത്തുകൾ മുളച്ച് കിട്ടാറുണ്ട്. കൂടാതെ എയർ ലെയറിങ്ങിലൂടെയും തണ്ട് മുളപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. സാധാരണയായി എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായി വളരുന്ന ചെടികളാണ് പവിഴമല്ലി ചെടികൾ. 7 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ പവിഴമല്ലി ചെടികൾ വളരാറുണ്ട്. പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ വേര് പിടിച്ച ഹെൽത്തി ആയിട്ട്